ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ജുശ്രീ കുക്കിംഗ്. ഇത് നമുക്ക് ഓണം സ്പെഷ്യൽ കുറുക്ക് കാളൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമുക്കറിയാം, സദ്യകളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഈ കുറുക്ക് കാളൻ. ഇത് ഉണ്ടാക്കിയെടുക്കാൻ അത്ര വലിയ പാടൊന്നുമില്ല, നമുക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതേപോലെ ഒരു കഷ്ണം ചേന, ഒരു പച്ചക്കായ, ഇത് രണ്ടും ഞാൻ ഒരേ അളവിലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ വേണ്ടത് തൈരാണ്. കുറച്ച് പുളിയുള്ള തൈര് തന്നെ വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. ഇവിടെ ഒരു 1/2 കപ്പോളം തൈര് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം, കടുക് വറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ആദ്യം തന്നെ നമുക്ക് ഈ ചേനയും കായും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് അരിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് തിക്നെസ്സിൽ തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇത് വെന്ത് കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇത് രണ്ടും ഒന്ന് അരിഞ്ഞെടുത്ത് വെക്കട്ടെ. അരിഞ്ഞെടുത്ത ഈ വെജിറ്റബിൾസ് ഈ മൺപാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പിപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതിൽ ഞാൻ പച്ചമുളക് അരച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവാണ് നമുക്ക് മുന്നിട്ട് നിൽക്കേണ്ടത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ഈ കഷ്ണങ്ങളൊന്നും കുഴഞ്ഞു പോവാതിരിക്കണം. അതും ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം നന്നായിട്ട് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. കഷ്ണങ്ങൾ വെന്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 ടീസ്പൂൺ ജീരകം തേങ്ങയിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. ഒരു 10 മിനിറ്റ് സമയം എടുത്തിട്ടുള്ളൂ. വെജിറ്റബിൾസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് മതി, ഒരുപാട് വെന്ത് ഉടഞ്ഞു പോവണ്ട. ഇനി ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തേങ്ങ നന്നായി ചൂടായിട്ട് വരണം. തേങ്ങ ചേർത്തതിന് ശേഷം തേങ്ങ ഒരുപാട് വെന്ത് പോവണ്ട. തേങ്ങ നന്നായി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് തൈര് ചേർക്കാം. അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ 2 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് മതി, ഒരുപാട് അത് വെന്ത് പോവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് ചേഞ്ച് ആവും. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മതി. ഇനി ഇതിലേക്ക് ഞാൻ ഉടച്ച് വെച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ 1/2 കപ്പ് തൈരാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് കട്ട ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തൈര് ചേർത്തതിന് ശേഷം നമ്മൾ പിന്നെ ഒരുപാട് ചൂടാക്കേണ്ട ആവശ്യമില്ല. തൈരൊന്ന് മിക്സായിട്ട് വന്നാൽ മതി. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ കുറച്ച് കറിവേപ്പില കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിള വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാൻ ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് കൂടുതൽ ചേർത്ത് കൊടുക്കാം. എനിക്ക് കുറച്ച് ഉപ്പ് കുറവ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തു.
അതിനുശേഷം പിന്നെയും രണ്ടാമത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മതി, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി താളിച്ചെടുക്കാനായിട്ട് ഇതേപോലെ ഒരു ചെറിയ കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ചോപ്പ് ചെയ്തെടുത്ത ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. സദ്യക്ക് ഉണ്ടാക്കുന്ന കുറുക്ക് കാലിൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടാനുള്ളൊരു ടിപ്പാണ് ഇങ്ങനെ ഇഞ്ചി ചേർത്ത് കൊടുക്കുക എന്നുള്ളത്. എന്നിട്ട് അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിന് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള കുറുക്ക് കാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഈ വെളിച്ചെണ്ണയൊക്കെ ഈ കറിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി ഇത് കുറച്ച് നേരത്തേക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സെറ്റാവും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ടാവും. ഞാനൊന്ന് മിക്സ് ചെയ്ത് കാണിക്കാം. ഈ ഒരു തിക്നെസ്സാണ് നമുക്ക് വേണ്ടത്. ഞാനിത് വാങ്ങി വയ്ക്കുമ്പോൾ ഇന്ന് ഇത്ര തിക്നെസ് ഉണ്ടായിരുന്നില്ല. ഇത് മൺപാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഇരുന്ന് തിക്കായിട്ട് വന്നതാണ്. ഇനി ഇരിക്കും തോറും ഇത് ഒന്നോടെ തിക്കായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കുറുക്ക് കാളൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം വേറൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.